ഫസ്റ്റ് ഇൻട്രോ സീൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കാണാൻ പോകുന്നത് 2002 ഒരു അവിടെ ഗുജറാത്തിൽ നടക്കുന്നൊരു കലാപം. അവിടെ ഒരു കൂട്ടം ആളുകൾ രക്ഷപ്പെട്ട ഒരു സ്ഥലത്തേക്ക് എത്തിയാണ്, ഹവേലിയിലേക്ക്. അവിടെ ഒരു വലിയ ഗേറ്റും അതും ഒരു വലിയൊരു വാസ്റ്റായിട്ടൊരു സ്പേസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നത്. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്? അതായത് നമ്മളിപ്പം അതിനകത്ത് സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്ന ഒരു ഫാം ഹൗസ് ഹവേലി എന്നാണ് പറയുന്നത്. നമ്മളത് നോക്കിയിട്ട് ഞാനും അസോസിയേറ്റ് ഡയറക്ടറും ആവേയും കൂടി ഒത്തിരി അലഞ്ഞിരിക്കുന്നു. ഒരുപാട് സ്ഥലത്ത് കൂടെ അലഞ്ഞ് ഒരുപാട് സ്റ്റേറ്റിൽ, പിന്നെ രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, പിന്നെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, പിന്നെ ഗുജറാത്ത്, ഓൾ ഇന്ത്യ എന്ന് പറയും. നമ്മൾ പല സ്ഥലത്തുനിന്നും ബീഹാർ, ഒറീസ ഇതൊക്കെ നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ട് പല സ്റ്റേറ്റുകളും എവിടെയുണ്ടോ സംഭവം. അങ്ങനെ UP-ൽ അങ്ങനെ ഒരുപാട് റെഫറൻസിനിടയ്ക്ക് അന്വേഷണങ്ങൾക്കും ഗൂഗിളിൽ നോക്കിയിട്ട് പല പാലസുകളും ഇതൊക്കെ നോക്കിയിട്ടാലും നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു പാലസ് അവൈലബിൾ ആണ്. നമുക്ക് പാലസിൽ ഫ്രണ്ടിൽ നമുക്ക് വേണ്ടത് അതിൽ കാണുമ്പോഴുള്ളൊരു മറ്റേ ഒരു 5 ഏക്കർ സ്ഥലം 6 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ ശരിക്കും അതിനകത്ത് ഉണ്ടായിരുന്നു. അത് ഫുൾ ഗാർഡൻ ആയിരുന്നു. അതൊക്കെ റിമൂവ് ചെയ്താണ് നമ്മൾ. ഗാർഡൻ കഴിഞ്ഞ് പിന്നെ ഒരു ഗേറ്റ് വരണം. ആ ഗേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ സ്ഥലം വേണം. അവിടെയാണ് ആ വണ്ടികളെല്ലാം സറൗണ്ട് ചെയ്ത് നിൽക്കുന്നു. ആ ഹോണടിയും സാധനങ്ങളും. പിന്നെ ക്ലൈമാക്സ് വരുമ്പോൾ അത്രയും വണ്ടികൾ വന്ന് നിൽക്കാനുള്ള സ്പേസ് അതൊക്കെ വേണം. അവിടേക്ക് വണ്ടി വരാനുള്ള സ്പേസ് വേണം. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗ്രാനറി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് ആ തീപിടുത്തം ഇതൊക്കെ ഉണ്ടാകുന്നത്. മറ്റേ അതിൻ്റെ ഉള്ളിലുള്ള കലാപത്തിൻ്റെ ഒരു മേജർ പോർഷൻ ഷൂട്ട് ചെയ്യാൻ അതിൻ്റെ ഇൻറ്റീരിയർ നൈറ്റ് ഉള്ളതാണ്, ഫ്ലാഷ് ബാക്കിലുള്ളത്. അത് കഴിഞ്ഞ് ഒരു മാഷ് ലാൻഡ് ഉണ്ടാക്കണം. അതിന് അത്രയും സ്പേസ് നമുക്കിങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടണം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം കിട്ടുമോ എന്നുള്ളതൊരു ഇപ്പോൾ ഒരു പാലസ് കിട്ടിയാൽ തന്നെ നമുക്ക് ഇത്രയും ഏരിയകൾ സെറ്റ് ചെയ്യാനുള്ള എക്സ്പെൻസും പരിപാടിയും കാര്യങ്ങളും. അപ്പം പാലസ് ഉൾപ്പെടെ ചെയ്യുമ്പോഴേക്കും ഒരു ഹ്യൂജ് എമൗണ്ട് വരും. അപ്പോൾ നമ്മൾ ആ പാലസ് ഒഴികെ ബാക്കിയുള്ള സ്പേസ്, പാലസ് നമുക്ക് ഒറിജിനലായിട്ടും ബാക്കിയുള്ള സ്പേസ് നമുക്ക് സെറ്റ് ഇടാമെന്നുള്ളൊരു പ്ലാനിൽ ആണ് അന്വേഷിച്ചിരുന്നത്. നമ്മുടെ ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ ഇങ്ങനെ ഇൻഫോം ചെയ്തിരുന്നു അത് സെറ്റിടാം എന്നുള്ള പരിപാടി നടക്കുള്ളൂ. ഇങ്ങനെ ഒരു എന്താ പറയുക, ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ടൂർ മാതിരിയാണ്. അങ്ങനെ പോയി നോക്കിക്കൊണ്ടേ ഇരിക്കും എല്ലാ സ്ഥലത്തും കൂടി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു മാസം കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാനും ഭാവിയും കൂടി സംസാരിച്ചിട്ട് ഒരു മാസം കൂടി ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താൻ തോന്നുന്നു. അങ്ങനെയാണ് നമ്മൾ ഗുജറാത്തിൽ എനിക്ക് തോന്നുന്നു 2-3 പ്രാവശ്യം പോയതിന് ശേഷമാണ് നമ്മൾ ഈ സ്ഥലത്ത് എത്തുന്നത്, മുളി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്നത്. അപ്പോഴേക്കും നമ്മളുടെ അവിടുത്തെ ലൊക്കേഷൻ മാനേജേഴ്സിനൊക്കെ പിടികിട്ടിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലം എന്താണെന്നുള്ളത്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ സ്ഥലം പറഞ്ഞപ്പം ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ ഗാർഡനാണ് അതിൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഞങ്ങൾ ഗാർഡൻ മൊത്തം റിമൂവ് ചെയ്യാൻ പറ്റും. വെച്ചാൽ എനിക്ക് ഒരു 18 ഇയർ അല്ലെങ്കിൽ 90 ഇയർ ഹിസ്റ്ററിയുള്ളൊരു പാലസാണത്. അത്രയും കുറച്ച് അവരുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഇമോഷണൽ കണക്ഷൻസൊക്കെ ഉണ്ട് അതിനകത്ത്. അവിടെ ഒരു കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയൊരു സിങ് ഉണ്ടായിരുന്നു. ആ സിങ് ഒക്കെ റിമൂവ് ചെയ്യണം. പിന്നെ മൊത്തം മരങ്ങളുണ്ടായിരുന്നു, 10-32 മരങ്ങൾ, അതെല്ലാം റിമൂവ് ചെയ്യണം. ഇത് പെർമിഷൻ കിട്ടും. അങ്ങനെ അതിന് നല്ല പെർമിഷൻ തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ പിന്നെ 10-22 വർഷമായിട്ട് അവിടെ താമസമില്ല, ഫുൾ അബാൻഡായിട്ടും മറ്റേ എന്താ പറയുക കത്തിപ്പിടിച്ച മാതിരി തകർന്നടിയ രീതിയിലാക്കാനും അതിൻ്റെ റെഫറൻസും കാര്യങ്ങളും ജസ്റ്റ് പുള്ളിനെ ഒന്ന് കാണിച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആക്കി തരാമെന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ ബാക്കി പ്രൊഡക്ഷനായിട്ട് സംസാരിച്ച് അവർ ഒരു എമൗണ്ട് ഒക്കെ ഫിക്സ് ചെയ്ത് നമ്മളതുകൊണ്ട് ഫൈനൽ ചെയ്ത സംഭവം. അങ്ങനെ അവിടെയാണ് ഷൂട്ട് ചെയ്തത്. ആ ഒരു ലൊക്കേഷനിൽ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സ് സീൻസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ഒരുപാട് മാറ്റങ്ങൾ മീൻസ് ആ ഒരു റൂയിൻഡ് ആക്കി എടുക്കുക. അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ്? മാറ്റങ്ങൾ എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു എനിക്ക് തോന്നുന്നു ഒരു 45 days ഷൂട്ടിംഗ് ഷെഡ്യൂളായിരുന്നു അത് പ്ലാൻ ചെയ്തിരുന്നത്. അത് ആദ്യം നമ്മൾ ഫ്ലാഷ് ബാക്ക് ഷൂട്ട് ചെയ്യുന്നു. അതായത് ഫ്രഷ് ആയിട്ടിരിക്കുന്ന അവിടെ ഗ്രാൻഡറി ആളുകളൊക്കെ താമസിക്കുന്ന ഒരു സമയത്ത് അവിടെ എല്ലാം ലൈവായിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്ത് അതൊരു എനിക്ക് തോന്നുന്നു ഒരു 22-25 ദിവസത്തെ ഒരു പരിപാടി ഷെഡ്യൂളായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് പോർഷൻസ് നമ്മൾ നമ്മുടെ വേറെ ഒരു ബജ്ജറങ്കിയുടെ വീട്, പിന്നെ അവർ വേറെ കുറച്ച് റോഡ്, പിന്നെ വേറെ ഒരു നമ്മുടെ ടൈലൻഡ് ഒരു പോർഷൻ, അങ്ങനെ പുറത്ത് എനിക്കൊരു 10 days to 12 days ടൈം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയത് 8 days അങ്ങോട്ടാണ് തോന്നുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ സമയം നമ്മൾ ഇത് മേക്ക് ഓവർ ചേഞ്ച് ചെയ്യാനുള്ള സമയം എടുത്തിട്ടത് അങ്ങനെ ചെയ്തു.